ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് ഒരു ചൈനീസ് ആക്ഷൻ മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു സ്റ്റോറി നോക്കുകയാണെങ്കിൽ നമ്മുടെ സിനിമയിലെ നായിക പിന്നെ കുറച്ച് ആൾക്കാരാൽ ബലാത്സംഗത്തിന് ഇരയായപ്പെടുകയാണ്. അതുകൂടാതെ അതേ ദിവസം തന്നെ തൻ്റെ കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെടുകയാണ്. നായിക ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, ഒരു യോദ്ധാവായിരിക്കും. അദ്ദേഹം ഈ നായികയ്ക്ക് വേണ്ടിയിട്ട് പ്രതികാരം ചെയ്യാനിറങ്ങുകയാണ്. ഈ ഒരു നായകൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നായകന് കണ്ണ് കാണാൻ കഴിയില്ല, പക്ഷേ ഒരു കിടലൻ യോദ്ധാവായിരിക്കും അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഇതിന് പ്രതികാരം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയുടെ ആ ഒരു സ്റ്റോറി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇന്ത്യൻ സിനിമകളിൽ ഒരുപാട് ഇതുപോലുള്ള സ്റ്റോറി ലൈൻ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. മലയാളം ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഈ സിനിമകൾ ഈ ഭാഷകളിലൊക്കെ ഇതുപോലുള്ള ഈ സ്റ്റോറി ലൈൻ, ഈ ഒരു പ്ലോട്ട് വെച്ചിട്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിനിമയിലെ നായകൻ കണ്ണ് കാണാത്തവനാണ്. അതുകൂടാതെ ഈ സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ ഒരു രക്ഷയില്ലാത്ത ആക്ഷൻ രംഗങ്ങളാണ്, കിഡിലൻ ആക്ഷൻ രംഗങ്ങളാണ്. ചൈനീസ് ആക്ഷൻ രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ആ രീതിയിലുള്ള കിഡിലൻ സംഭവങ്ങളായിരുന്നു. പിന്നെ ഈ സിനിമയുടെ ഒരു കാലഘട്ടം, ഈ സിനിമയുടെ കഥ പറയുന്ന ആ ഒരു കാലഘട്ടം, അതും കിടിലൻ തന്നെയായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒരു കോംപ്രമൈസും ചെയ്യാതെ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കാലഘട്ടം സൂപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻ രംഗങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ ഈ സിനിമയുടെ മേക്കിംഗ്, ഇതൊക്കെയാണ് ഈ ഒരു സിനിമയെ മറ്റുള്ള സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ്. 1 മണിക്കൂറും 17 മിനിറ്റുമാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അത്രയേ ഉള്ളൂ ഈ സിനിമയുടെ ദൈർഘ്യം എന്നുള്ളത്. അത് മതി. ആ ഒരു 1.25 മണിക്കൂർ കൊണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള സെറ്റപ്പ് സംഭവങ്ങളുണ്ട് ഈ സിനിമയിൽ എന്നുള്ളതാണ്. കിടിലൻ ആക്ഷൻ രംഗങ്ങളാണ്. നമുക്ക് തന്നെ എന്താ വിട്ട് ഞാൻ നോക്കി നിന്ന് പോകുന്ന പല സീനുകളുണ്ട്. കുറച്ച് ഇമോഷൻ രംഗങ്ങളുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കണ്ടു നോക്കാം. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. പിന്നെ ടീങ്കോട്ട് ഈ സിനിമയുടെ മലയാളം സബ് ടൈറ്റിലും ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ പേര് അറിയില്ല, സിനിമയുടെ പേര് A4NA ദ ബ്ലൈൻഡ് സ്പോർട്സ്മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. A4NI ദ ബ്ലൈൻഡ് സ്പോർട്സ്മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 2023 റിലീസ് ചെയ്ത സിനിമയാണ്, പുതിയ സിനിമയാണ്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ചൈനീസ് ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കാണാവുന്ന ഒരു സിനിമയാണ്. ടൈം ഒരിക്കലും നഷ്ടമാവില്ല. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ, സിനിമ കണ്ടില്ലെങ്കിലാണ് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുക. എന്തായാലും കാണാവുന്ന ഒരു സിനിമയാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. വലിയ പ്രതീക്ഷയോടുകൂടി കണ്ട സിനിമയൊന്നുമല്ല, പക്ഷേ സിനിമ കണ്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് ആക്ഷൻ രംഗങ്ങളും മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്, സ്റ്റോറി ബേസ് അല്ല. മേക്കിംഗ് ആക്ഷൻ രംഗങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്തായാലും കണ്ടു നോക്കാം. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. A4NA ദ ബ്ലൈൻഡ് സ്പോർട്സ്മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.